ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് രാഷ്ട്രീയ കേരളം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മാനിഫെസ്റ്റോയുമായി, അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി വീടുകൾ കയറി എല്ലാ ഇടങ്ങളിലും അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ ലോക്സഭ ഇലക്ഷൻ സജീവമാകുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ചോദിക്കാൻ ഏറെ വിഷയങ്ങളില്ലേ? ഏറെ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന്, പാർട്ടി വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം ക്രൈസ്തവർക്കില്ലേ? അങ്ങനെയെങ്കിൽ ഏതൊക്കെ വിഷയങ്ങൾക്കാണ് രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയേണ്ടത് തിരഞ്ഞെടുപ്പിന് മുമ്പ്? ഈ വിഷയങ്ങളിലേക്കുള്ള ചർച്ചയാണ് നമ്മൾ ദ ഫയർ റൂമിൽ ഇന്ന് നമ്മൾ നടത്തുന്നത്. കൂടെയുള്ളത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഒപ്പം അമൽ സിറിയക് ജോസ്. രണ്ടുപേർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. റൈറ്റ്. അപ്പോൾ അമൽ ഇലക്ഷൻ ശ്രദ്ധിക്കുന്ന ആളാണ്. സഭയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും നിരീക്ഷണത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്ന ആളാണ്. ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇലക്ഷനിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടങ്ങളിലേക്ക് ധാരാളം രാഷ്ട്രീയ നേതാക്കൾ എത്തിയിട്ടുണ്ട്. സഭയുടെ ആസ്ഥാനങ്ങളിൽ അവർ വരുന്നുണ്ട്, നമ്മുടെ അഭിമന്യ പിതാക്കന്മാരെ അവർ കാണുന്നുണ്ട്, നമ്മുടെ ദേവാലയങ്ങളിൽ അവർ സംസാരിക്കുന്നുണ്ട്, ഒപ്പം വിശ്വാസികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇടങ്ങളിലേക്ക് അവർ ചെല്ലുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇവരുടെ ഒരു ചിരികളിയിലും അല്ലെങ്കിൽ വളരെ ലഘുമായ സംഭാഷണങ്ങളിലും ഒക്കെ പലപ്പോഴും ഇത്തരം സ്വീകരണങ്ങളും അല്ലെങ്കിൽ വോട്ടഭ്യർത്ഥനകളും ഒക്കെ മാറുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ഒരു ഇലക്ഷനെ മുന്നോട്ട് വരുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകമായി ചോദിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചില അധികം ചോദ്യങ്ങളുണ്ട്, അല്ലേ? എന്ത് തോന്നുന്നു അമലിന്? അമൽ അങ്ങനെയാണെങ്കിൽ, അമൽ അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അമൽ എന്തൊക്കെയായിരിക്കും അമൽ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും രാഷ്ട്രീയ നേതാക്കളോട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളോട്? തീർച്ചയായിട്ടും നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നോമ്പ് കാലമായിരുന്നു. ഈ ഒരു ഇലക്ഷൻ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ നോമ്പ് കാലത്തിൻ്റെ ഭാഗമായിട്ട് കയറി വരികയാണ് ഈ ഇലക്ഷൻ കാലഘട്ടം. അതിനകത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച ഈസ്റ്റർ ദിനത്തിൽ തന്നെ കുറച്ച് സൂചനകളുണ്ട് അതിനകത്ത്. അതായത് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ പള്ളികളിൽ നേർച്ചയെടുത്തു. ആ പള്ളികളിൽ നേർച്ചയെടുത്തത് വിശുദ്ധ നാട് സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ വോട്ട് കുത്താൻ പോകുന്നത് വിശുദ്ധ നാട് തകർക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഹമാസ് പോലെയുള്ള സംഘടനകളെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കാണ്. നമുക്ക് കേരളത്തിലറിയാം, കഴിഞ്ഞ ഇടയ്ക്ക് ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ ഇസ്രായേലിൽ 2 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടായിരുന്നു. അത് നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ 2 പേര് കൊല്ലപ്പെട്ടു. അവരുടെ മൃതദേഹം നാട്ടിൽ കൊണ്ടുവന്നു. ആ മൃതദേഹത്തിനോടൊപ്പം തന്നെ ഇസ്രായേലിലെ അവിടുത്തെ അധികാരികളും ആ മൃതദേഹത്തിനൊപ്പം തന്നെ വരികയും സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ ആ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ടോ ആ കുടുംബത്തോടൊപ്പം ആയിരിക്കാനായിട്ടോ ഒരു അനുഭവ വാക്ക് പോലും പറയാനായിട്ടോ മുതിർന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നില്ല. അപ്പം അത് തന്നെ ഒരു പ്രഥമമായ ഉദാഹരണമാണ്. എവിടെയാണ് ക്രൈസ്തവ സഭ അല്ലെങ്കിൽ സമൂഹത്തെ ഈ രാഷ്ട്രീയ നേതാക്കൾ പരിഗണിക്കുക എന്നുള്ളത്. വെറും ഒരു ചിത്രമെടുപ്പിൽ ആ ഒരു ചിത്രം കാണിച്ചുകൊണ്ട് ഒരു മെത്രാനോടൊപ്പം ഇരിക്കുന്നു, അല്ലെ അച്ഛനോടൊപ്പം ഇരിക്കുന്നു, സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പങ്കെടുക്കുന്നു, ഇതെല്ലാം അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിനുള്ളിലോ ആത്മാർത്ഥമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു ആശയധാരയിലൊന്നും തന്നെ ക്രൈസ്തവന്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഒരു സ്നേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെളിവാകുന്നില്ല. അതോടൊപ്പം തന്നെ ഈസ്റ്റർ ദിനത്തിലാകാം, ഈസ്റ്റർ ദിനത്തിൽ ഈസ്റ്റർ ആശംസയായിട്ട് ധാരാളം പോസ്റ്ററുകൾ ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു. പക്ഷേ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു 100 നേതാക്കൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 99 നേതാക്കളുമായി ഈസ്റ്റർ ആശംസ നേർന്നിരിക്കുന്നത് മുട്ടയും പൂവും മുയലൊക്കെ വെച്ചാണ്. അതെ, മുട്ടയുടെ ഉയർപ്പും മുയലിന്റെ ഉയർപ്പും പൂവിന്റെ ഉയർപ്പൊക്കെയാണ്. അത് വെച്ച് ഈസ്റ്റർ ആശംസ നേർന്നിരിക്കുകയാണ്. അതേസമയം ഈസ്റ്ററിന്റെ പ്രധാന താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ ഉയർപ്പാണ്. ആ ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു കുരിശ്, അതായത് ക്രിസ്തുവിന് രൂപമില്ലാത്ത കുരിശാകാം, അല്ലെങ്കിൽ ഒരു മാർത്താമ കുരിശാകാം, അല്ലെങ്കിൽ ഉയർത്തതിൻ്റെ കുരിശാകാം, അല്ലെങ്കിൽ നമ്മുടെ കല്ലറ ആകാം. ഇതൊന്നും കാണിക്കാതെ ഒരു ക്രൈസ്തവ ആശയത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് കൃത്യമായ ഒരു ആത്മാർത്ഥത ഇല്ല എന്നാണ് അമൽ പറയുന്നത്. അതിനപ്പുറത്ത് വളരെ കാമ്പുള്ള വിഷയങ്ങൾ ക്രൈസ്തവ സമൂഹം എന്നല്ല, പ്രത്യേകിച്ച് അതിൻ്റെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഏറ്റവും കൂടുതൽ അപകടം നേരിടുന്നൊരു ഭാഗം ക്രൈസ്തവ സമൂഹമാണ്. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അറിയാം. അവിടെ അഭിമന്യ പിതാക്കന്മാരുടെ പല പ്രസ്താവനകൾ നമ്മൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പശ്ചാത്തലത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുക? എന്തൊക്കെ വിഷയങ്ങളായിരിക്കാം തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതൃത്വത്തോട് കേരളത്തിലെ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രൈസ്തവ നേതാക്കൾ, അഭിമന്യ പിതാക്കന്മാർ, സഭാധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അൽമായ നേതാക്കൾ ചോദിക്കേണ്ടത്? ആമുഖമായിട്ട് പറഞ്ഞാൽ
മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും നേരിടുന്നില്ല, അല്ലെങ്കിൽ അവരവർ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരു രാഷ്ട്രീയ പാർട്ടി, ഞാൻ ഒരു മുന്നണിയെയും പരാമർശിക്കാതെ പറയുകയാണെങ്കിൽ, കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയപ്പെടുന്നത് കാർഷിക മേഖലയും തീരദേശ മേഖലയും. ഈ രണ്ട് മേഖലയിലും ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കൂടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയപ്പെടുന്നത്, അവരുടെ മുമ്പിൽ അവരോട് വോട്ട് ചോദിച്ചു വരുന്ന ഓരോരുത്തരോടും ചോദിക്കണം, ഇവിടുത്തെ കാർഷിക മേഖലയെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടുത്തെ കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? തിരുവനന്തപുരം മുതലപ്പുഴി എത്രയോ നാളുകളായിട്ട്, ഇന്നലെയും അവിടെ ബോട്ട് മറിയുന്നു. ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവനാണത് എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബവും അവരുടെ മുഴുവൻ സമ്പത്തും 10, 40, 50 വർഷത്തെ സമ്പത്ത് ബാങ്കിൽ പണയം വെച്ചിട്ടാണ് ഒരു ബോട്ട് വാങ്ങുന്നത്. ആ ബോട്ടാണ് നിന്ന് നെപ്പിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടിക്കുന്നു, മറിയുന്നു, രക്ഷപ്പെട്ടു, അതിനകത്തുള്ള മീൻ പോകുന്നു. അപ്പം ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാമ്പത്തിക മേഖലയെ നേരിടുന്ന അടിസ്ഥാനപരമായ രണ്ട് ഇഷ്യൂ, കാർഷിക, തീരദേശ മേഖല. ഇതിനെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇവരോട് ഓരോരുത്തരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കടലാക്രമണം വരുന്നു, തീരദേശത്തെ കൺസ്ട്രക്ഷൻ എന്തായി, അവിടെ മതിലെന്തായി, അവിടെ റോഡ് പണിതുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്തായി? ആ ചോദ്യം ചോദിച്ചുകൊണ്ട് അതിനെ നേരിടാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. ഇതോടൊപ്പം തന്നെ പറയാം, സാമ്പത്തിക മേഖല ബലപ്പെടാത്തതിൻ്റെ അല്ലെങ്കിൽ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയാണ്. ഈ തൊഴിലില്ലായ്മയെ ഏത് മുന്നണിയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്? ഒരു മുന്നണി അഡ്രസ്സ് ചെയ്യുന്നില്ല. പിന്നെയും എനിക്ക് തോന്നുന്നു താരതമ്യേന ഇപ്രാവശ്യം PSCയുടെ പോസ്റ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ കേരളമാണെന്നൊക്കെ നാഷണൽ ഇൻഡെക്സുകൾ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെ നടക്കുന്ന മുഴുവൻ പിൻവാതിൽ നിയമനങ്ങൾ, ബന്ധു നിയമനങ്ങളുമാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല. ഓരോ യുവജനങ്ങളും, ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റ് എടുത്ത നമ്മുടെ ഓഫീസുള്ളത്, അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ ഒരു 40 ദിവസത്തോളമായി ആ പോലീസ് റാങ്ക് ലിസ്റ്റുകാര്, പിള്ളേര്, ട്രെയിനീസ് സമരം ചെയ്യുന്നു. അവർ റോട്ടിൽ കിടന്നിട്ട് ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അവരെ പോലെയുള്ള യുവജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണിത്. അത് കേന്ദ്ര സർക്കാരിനോടാണെങ്കിലും സംസ്ഥാന സർക്കാരിനോടാണെങ്കിലും ഈവൻ UDF-നോടാണെങ്കിലും ഏത് മുന്നണിയോടാണെങ്കിലും മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടുന്ന അടിസ്ഥാനം, അവൻ അന്നം കിട്ടണ്ട, അവന്റെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ആ മേഖലകളിലേക്ക് ഈ ഒരു മുന്നണികളും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ അവരെ മുറ്റത്ത് കയറ്റാവുള്ളൂ എന്നുള്ള വർഷക്കാരനാണ് ഞാൻ. എന്നിട്ടേ അവരോട് അടുത്ത കാര്യം ചോദിക്കാവുള്ളൂ. ഇത് അന്നം കിട്ടാതെ നമ്മൾ ജീവൻ നിലനിർത്താതെ ബാക്കി അവരോട് നമുക്ക് കാര്യമില്ല. ഇതുണ്ടെങ്കിൽ വോട്ട് കുത്താൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. ഈ ചോദ്യം ചോദിച്ചിട്ട് വേണം അവരോട് മുറ്റത്ത് കയറ്റാൻ. അതിനുശേഷം ഇവർ അതിന് ഉത്തരം തരുവാണെങ്കിൽ മുറ്റത്ത് കയറിയിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറയാം. അങ്ങനെ ചോദ്യം ചെയ്യാൻ തയ്യാറായാൽ ഉത്തരം കിട്ടും. കാരണം ഇന്നലെയും പത്തനംതിട്ട പാവപ്പെട്ട ഒരു മനുഷ്യൻ ആനയുടെ ചവിട്ടയേറ്റ് മരിച്ചു. ആരുണ്ട് ചോദിക്കാൻ? ഒരു MP അവിടെ കിടന്ന് കുറച്ച് നേരം കിടന്ന് സമരമൊക്കെ നടത്തി, അതും കഴിഞ്ഞ് ഇലക്ഷനായി പുള്ളി തിരക്കിന് പോയി. ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം. എന്താണ് കിട്ടുന്നത്? അവഹേളിക്കലല്ലേ ശരിക്കും? തീർച്ചയായും ഇതിനെയാണ് ഒന്നാമതായിട്ട് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. സാമൂഹ്യ വിഷയങ്ങളാണ് അങ്ങ് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ജീവൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. വിഷയങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായി ഒരു റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ വരികയും JB കോശി കമ്മീഷനെ നിയമിച്ചു. അതിന്റെ റിപ്പോർട്ട് വരുന്നു. അതിന്റെ അറിയാം, അത് എങ്ങനെയാണത് പ്രസിദ്ധീകരിക്കപ്പെട്ടതിന്റെ വസ്തുത പോലും നമുക്കറിയാം. പക്ഷെ അതിനുശേഷം അതിനെന്ത് സംഭവിച്ചു? ഒരു താൽക്കാലികമായി മുന്നോട്ടുള്ള ചില മിനുക്കുപണികൾ നടത്തി ഒരു മൂലയ്ക്ക് ഇരിപ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇലക്ഷനെ സമീപിക്കുന്ന സമയത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വലിയൊരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു മുന്നേറ്റം പിണറായി വിജയൻ നടത്തുന്നു. ഇപ്പോൾ ആ പ്രോമിസിന് ശേഷം അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷ കൂടിയാണ് ലോക്സഭ ഈ ഇലക്ഷൻ. അപ്പോൾ ഇത്തരം വർഷങ്ങൾ കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും, എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് സർക്കാരിന്റെ മുമ്പിൽ അങ്ങ് ഈ പറഞ്ഞത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, പരിസ്ഥിതി വിഷയങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ ഉൾപ്പെടെ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട്, ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ട് അതിൽ നമ്മുടെ പ്രതിസന്ധി സർക്കാരിന് മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു റിപ്പോർട്ട്, കമ്മീഷന്റെ റിപ്പോർട്ടായിരുന്നു. പക്ഷെ അതിലെന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇലക്ഷനായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും, വിവിധ പിതാക്കന്മാർ പോലും അത് ചോദിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. എനിവേ, എന്തായിരിക്കും ശരിക്കും JB കോശി കമ്മീഷന് എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ സർക്കാരിന്, അതായത് കേരളത്തിലെ ഒരു അവസ്ഥയുടെ കാര്യമല്ലേ പറയുന്നുണ്ട്. അതായത്
ഈ ക്രിസ്ത്യാനികൾ മുന്നോട്ട് വെക്കുന്ന റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളോ ഒക്കെ സർക്കാരിന് പരിഗണിക്കാൻ കുറേ കാലതാമസം എടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മളിങ്ങനെ കരഞ്ഞ് ചോദിച്ചു കഴിഞ്ഞ് അങ്ങനെയൊക്കെ എന്തെങ്കിലും അവസ്ഥ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ട് തരാം, ആ ഒരവസ്ഥയിലേക്ക്. അതൊരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ 2019 ന്യൂനപക്ഷ കമ്മീഷനെ കൊണ്ട്, അതായത് കേരള ചരിത്രത്തിൽ തന്നെ ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി ആദ്യമായിട്ടൊരു പഠനം നടത്തുന്നത് ഈ ന്യൂനപക്ഷ കമ്മീഷൻ 2019 ഞാൻ കൊടുത്ത ഒരു അപേക്ഷന്മേലാണ്. അപ്പം അന്ന് നമ്മൾ ഈ അപേക്ഷ കൊടുത്ത് അതിൻ്റെ പുറകെ നടന്ന് അങ്ങനെ മാസങ്ങളോളം പുറകെ നടന്നുള്ള നമ്മുടെ ജില്ലകളിലൊക്കെ ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി അവർ കമ്മീഷൻ സെറ്റിംഗ് വെച്ചു. നമ്മുടെ സഭകൾ, അതായത് നമ്മുടെ എല്ലാത്തരം കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ നിന്നും നിവേദനങ്ങൾ പോയി, റിപ്പോർട്ടുകൾ പോയി, സംഘടനകൾ കൊടുത്തു, വ്യക്തികൾ കൊടുത്തു, അങ്ങനെ ധാരാളം റിപ്പോർട്ടുകളെല്ലാം കൊടുത്തു. ആ റിപ്പോർട്ട് 2019 ഡിസംബർ മാസം അതിനകത്ത് ഒരു ക്രിസ്ത്യൻ മെമ്പർ റിപ്പോർട്ട് തയ്യാറാക്കിയതാണ്. ഈ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഈ ചെയർമാൻ, അതായത് ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാന് അത് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷെ ആ റിപ്പോർട്ട് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല ഇതുവരെയും ഈ ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ചുള്ള ആ ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിലേക്ക് അവർ സമർപ്പിച്ചില്ല. ചെയർമാന്റെ പേരെന്താണ്? ചെയർമാന്റെ പേര് ഹനീഫ എന്ന് പറഞ്ഞാണ് ചെയർമാന്റെ പേര്. അപ്പം അതാണ് കേരളത്തിലെ ഒരു അവസ്ഥ. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു പൊതുമധ്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇതുപോലെ ആവശ്യങ്ങൾ കൂടി, പിന്നോക്കാവസ്ഥ വിഷയങ്ങളിലെ പ്രാധാന്യം കൂടി, അങ്ങനെ JB കോശി കമ്മീഷനിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വന്നത്. അങ്ങനെ JB കോശി കമ്മീഷനെ നിയമിക്കുകയും, എന്നാൽ ഈ JB കോശി കമ്മീഷനെ പോലും പ്രോപ്പറായിട്ട്, അതായത് നല്ല ഫണ്ട് പോലും കൊടുക്കാതെ, അവർക്ക് ഫണ്ടിൻ്റെ കുറവുണ്ടായിരുന്നു, ഓഫീസിൻ്റെ കുറവുണ്ടായിരുന്നു, അങ്ങനെ അവരെ കുറേ ക്ലേശകരമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഇവിടെ ക്രൈസ്തവ സഭകൾ പകൽ അധ്വാനിച്ചുകൊണ്ട് എല്ലാവരും, അതായത് ആ സഭകളിൽ ലക്ഷക്കണക്കിന് നിവേദനങ്ങളാണ് പോയത്. ലക്ഷക്കണക്കിന് നിവേദനങ്ങൾ കത്തായിട്ടും അതിലൊക്കെ അധികമായിരിക്കണം. അത്രയും നിവേദനങ്ങൾ പോയി. അത് സംഘടിതമായിട്ട് തന്നെ സംഘടനകളും സഭകളും എല്ലാവരും തന്നെ അതിനകത്ത് ഇന്ന സഭയെന്നൊന്നുമില്ല, എല്ലാ സഭകളും തന്നെ നല്ല പഠനം നന്നായിട്ട് അവരാദ്യം ഉള്ളിപ്പടിച്ചു. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. അതും ആരെയും ദ്രോഹിച്ചുകൊണ്ടോ ഒന്നുമല്ല, ആവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ഈ നിവേദനം കൊടുത്തിട്ട് വീണ്ടും ഈ കമ്മീഷനെ നീട്ടിക്കൊണ്ട് കുറേ കാലം പോയി, കൃത്യമായ ഫണ്ട് കൊടുത്തില്ല, അങ്ങനെ കുറേ കാലം പോയി. അതിനുശേഷം ഈ റിപ്പോർട്ടെല്ലാം അവർ ഉണ്ടാക്കി വെച്ച ആ റിപ്പോർട്ടിനെ പൊതുമധ്യത്തിലേക്ക്, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പോലും ഈ സഭ എതിരായിട്ട് അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിക്കാതെ വീണ്ടും ഈ റിപ്പോർട്ട് ഇപ്പം നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാർ പോകുന്നത്. എന്നാൽ ഇതേ സമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് 2005 വരികയും അത് 2016 തന്നെ അത് പുറത്തേക്ക് വരികയും അത് കേന്ദ്ര സർക്കാർ അതിനെ നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി കേരളത്തിൽ തന്നെ ഉടനെ തന്നെയാണ് ഒരു പാലോളി കമ്മീഷനെ വെക്കുന്നത്. ആ പാലോളി കമ്മീഷൻ 2008 കാലഘട്ടത്തിലൊക്കെ വെച്ച് 2009 ഒക്കെ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഉടൻ തന്നെ ആ റിപ്പോർട്ട് ഇവിടെ നടപ്പിലാക്കി എന്നുള്ളതാണ്. അതിനകത്ത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മീഷനെ വെച്ചു, കമ്മീഷൻ ഉടനെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു. ആ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്ത സാധനം മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് കേരളത്തിൽ നടപ്പാക്കുകയും ചെയ്തേക്കുന്നത്. ഉടനെ തന്നെ കൊടുത്തു. അതിന് ആ കമ്മീഷൻ തുടങ്ങിയ കാലത്തിലേക്ക് മുൻകാല പ്രാബല്യം കൊടുത്തുകൊണ്ട് തന്നെ അതിനെ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതും ഒരു പ്രത്യേക ന്യൂനപക്ഷ വകുപ്പ് പോലും അന്നില്ലായിരുന്നു. അത് രൂപീകരിക്കുന്നതിന് മുമ്പേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലൂടെയാണ് അതിനെ നടപ്പിലാക്കുകയും പിന്നീട് ന്യൂനപക്ഷ വകുപ്പ് വന്നപ്പം അതിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പം അതിൽ നിന്നൊക്കെയാണ് 80 അനുവാദത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ വരുന്നത്. അതും ശ്രദ്ധിച്ചോണം, ഈ 80 അനുവാദം എന്ന് പറയുന്നത് ഒരു കടുത്ത ഭരണഘടനാ ലംഘനമാണെന്നാണ് ഹൈക്കോടതി വിധിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് രേഖപ്പെടുത്തിയാണ് ഇവർ സർക്കാരിലേക്ക് ഹൈക്കോടതി ഈ അനുവാദം മാറ്റി കൃത്യമായ നിലയിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലൊക്കെ കൊടുക്കുന്ന പോലെ ജനസംഖ്യാനുപാതികമായിട്ടും പ്രോപ്പറായിട്ടും ക്രിസ്ത്യൻ സമൂഹത്തിന് ഫണ്ടുകൾ കൊടുക്കണം, സ്കോളർഷിപ്പുകൾ കൊടുക്കണം, അവിടെയുള്ള കുട്ടികൾ നീതി അർഹിക്കുന്നവരാ, അവർ കൊടുക്കണമെന്ന് പറഞ്ഞ് സർക്കാരിലേക്ക് കൊടുത്തിട്ടും സർക്കാർ അപ്പീലിനായിട്ട് സുപ്രീം കോടതി പോയി. കാര്യം സർക്കാർ ഇവിടെ നടപ്പിലാക്കിയത്, എങ്കിലും അപ്പീലിനായിട്ട് സുപ്രീം കോടതി പോയി. അതിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ നേതാക്കളോ സാധിച്ചിട്ടില്ല. ആ നേതാക്കളാണ് ഇന്ന് ക്രൈസ്തവരെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വീരവാദം മുഴക്കുകയും ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ വിരോധാഭാസം. അതായത് ക്രിസ്ത്യൻ കുട്ടികൾക്ക് അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കാനായിട്ട് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലെ ഭരണകൂടം ഇപ്പം നിലവിൽ. ആ ഭരണകൂടം തന്നെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിക്കാമെന്ന് പറയുന്നതിൻ്റെ അകത്തൊരു വൈരുദ്ധ്യമുണ്ട്. മാത്രമല്ല, അവിടെ ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷം പോലും ചോദ്യം ചെയ്യാതിരിക്കുക, നിശബ്ദമാണ്. നിയമസഭയിലേക്ക് അത് കാത്തിരിക്കുകയാണ്. നിയമസഭാ ഇലക്ഷന് അതിനു മുമ്പ് ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അടുത്ത കരുക്കൾ അല്ലെങ്കിൽ നിൽക്കാൻ പോകുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷൻ ആയിരിക്കും. അതുവരെ ഇതിനകത്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു പൊറോട്ട് നാടകത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ അതിനെപ്പറ്റി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ വീണ്ടും നിയമിച്ചിരിക്കുന്നത്. അതല്ലാതെ
ഇതിനകത്ത് ഒരു ശതമാനം ആത്മാർത്ഥതയില്ല. ഇല്ല. 1% ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും പ്രമുഖമായ ഏതെങ്കിലും ഒരു കാര്യം ക്യാബിനറ്റിന് എക്സിക്യൂട്ട് ചെയ്യാം, നിലവിൽ ചെയ്യാം. അതിനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള കാര്യമുണ്ടല്ലോ. കാരണം ക്യാബിനറ്റിന് മുമ്പ് വെച്ച് ക്യാബിനറ്റ് അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ ആ ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തിലെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു നടപടിയിലൂടെ എന്താ സംഭവിച്ചേക്കെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സ്വയം കുഴി തോണ്ടി. കാരണം അതിലൂടെ തന്നെ അവർ ഇവിടെ BJP വളർത്തുകയാണ്. ശരി. കാരണം ഈ ഒരു ഭീകരത അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥ, ഒരു സുരക്ഷിതത്വമില്ലായ്മ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റുന്നതിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തികളിലൂടെ ഇടതുപക്ഷത്തിന് പോലും റോള് വന്നിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി എല്ലായിടത്തും പറയുന്നുണ്ട് ഇത് ഒരു പറ്റം തീവ്രവാദ നിലപാടുകാരാണ്. അല്ല, കാരണം ഇത് ഗവൺമെന്റ് പോലും ഇതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ വേറെ എവിടെ സഹായത്തിന് പോവാ? അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണം, ഈ അരക്ഷിതാവസ്ഥ എന്ന് പറയുമ്പോൾ അത് മണിപ്പൂരിൽ അരക്ഷിതാവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ സ്കൂളിനെതിരെ, അവിടുത്തെ ഒരു നിഷ്കളങ്കയായ സിസ്റ്ററിനെതിരെ ആക്രോശ ശരങ്ങളുമായിട്ട് ആയിരക്കണക്കിന് മനുഷ്യരെ എത്തുകയും അവർക്കെതിരെ അറസ്റ്റ് ചെയ്യുകയും കഴിഞ്ഞ 53-ാം ദിവസം അവർക്ക് ജാമ്യം കിട്ടുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. സ്റ്റാൻസ്വാമിയുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ. അതിനുശേഷം CMA വൈദികർ ഉൾപ്പെടെ ആളുകൾ മാസങ്ങൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം നമുക്ക് ഉത്തരേന്ത്യയിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവരുടെ പള്ളികൾ ആക്രമിക്കപ്പെട്ട സാഹചര്യമുണ്ട്. അവിടെയൊക്കെ നിഷ്ക്രിയമായി നിന്ന സർക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് അത് കേരളത്തിൽ മാത്രം ഈ ചർച്ച ഒതുക്കേണ്ട കാര്യമില്ല. ഒരു ദേശീയ, കാരണം നമ്മൾ നേരിടാൻ പോകുന്ന ഒരു ലോക്സഭാ ഇലക്ഷനെ കൂടിയാണല്ലോ. ഒരു ബിഗ് പിക്ചറിൽ നമുക്ക് ഈ കാര്യങ്ങളെ വിലയിരുത്തണമെന്ന് എനിക്ക് തോന്നുന്നു. സ്ക്രീനിൽ തന്നെ കാണണം. എക്സാക്ട്ലി. അതിപ്പോ നമ്മളിപ്പോ പറഞ്ഞത് കേരളത്തിന്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ മുമ്പേ പറഞ്ഞ തൊഴിലില്ലായ്മയും കാർഷിക മേഖലയും തീരദേശ മേഖലയും കേരളത്തിന് മാത്രം കൈ നിൽക്കുന്നതല്ല. ഉറപ്പായിട്ടും വന്യജീവി കേരളത്തിന്റെ നിയമമല്ല, അതിനകത്ത് കേന്ദ്ര സർക്കാരിനും ഉണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ ഇപ്പൊ നിതിൻ പറഞ്ഞല്ലോ, ഈ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന കാര്യത്തിൽ തന്നെ ഞാൻ ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറയാം. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലും അതിന് തൊട്ടു മുമ്പത്തെ വർഷത്തെ കേന്ദ്ര ബജറ്റിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷ വകുപ്പിലൂടെ ചെലവഴിക്കേണ്ട ഫണ്ടിന്റെ വിഹിതം 1-2% ഒന്നുമല്ല വെട്ടിക്കുറച്ചേക്കുന്നത്, 80%, 90% വെട്ടിക്കുറച്ച്. കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് നിർത്തലാക്കി. മാത്രമല്ല KSMDFCയിലെയും NSMDFCയിലൂടെ നാഷണൽ സ്റ്റേറ്റ് മൈനോറിറ്റി ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിലൂടെയും നൽകിക്കൊണ്ടിരിക്കുന്ന 3%, 5%-ന്റെയും എഡ്യൂക്കേഷൻ ലോണ് കഴിഞ്ഞ വർഷം ഈ വർഷം കൊടുക്കുന്നില്ല. അത് കേന്ദ്ര ഫണ്ട് പൂർണ്ണമായിട്ടും അത് കൊടുക്കുന്നില്ല നിലവിൽ ഇവിടെ കൊടുക്കുന്നത്. അപ്പം ആ രീതിയിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് ഈ കാര്യത്തിൽ വ്യക്തമായ രീതിയിൽ ന്യൂനപക്ഷങ്ങളോട് അവഹേളനമുണ്ട്, പാർശ്വവൽക്കരണമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഇപ്പം ഓശാന ഞായറാഴ്ച ഓല വീശിക്കൊണ്ട് ഇവിടുത്തെ NDA സ്ഥാനാർത്ഥികൾ പാഞ്ഞു പിടിച്ച് നടക്കുന്നു, ദുഃഖവെള്ളിയാഴ്ച പോയി കരയുന്നു, പാട്ട് പാടുന്നു. പക്ഷെ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ത്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷം സുരക്ഷിതമാണ് എന്നൊരു വാക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കാം. ഞാൻ 1-2 പേരോട് ചോദിച്ചു, എന്നെ വിളിച്ചവരോടൊക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഞാൻ പറയുന്നില്ല മോഡി പറയണമെന്ന് ഞാൻ പറയില്ല, അമിത്ഷാ പറയണമെന്ന് പറയില്ല, നഡ്ഡ പറയണമെന്ന് പറയില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഒരാൾക്ക് ക്രൈസ്തവ ന്യൂനപക്ഷം ഇന്ത്യയിൽ സുരക്ഷിതരാണ്, അവരെ ഒരു കാരണവശാലും അവരെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങൾക്ക് ഒരു വാക്ക് തരാൻ പറ്റുമോ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കണം. ഇപ്പൊ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഈ സാമ്പത്തിക മേഖലയിൽ കാണിക്കുന്ന സ്കോളർഷിപ്പുകൾ, ലോണുകൾക്ക് ഫണ്ടുകൾ, ഇതും നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. നമ്മളൊരു ഭൗതികത, ഈ കിറ്റ് കണ്ടപ്പോൾ വീണെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഇവിടെ ജസ്റ്റിൻ പറയുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ടത്, ഈ ഒരു അരക്ഷിതാവസ്ഥ സുരക്ഷിതരാണോ എന്ന് ദേശീയ തലത്തിലൊരു ചോദ്യമാണ് അങ്ങ് ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം, ക്രൈസ്തവർ കേരളത്തിൽ തന്നെ സുരക്ഷിതരാണ് എന്ന് അങ്ങ് പറഞ്ഞതുപോലെ പറയിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണല്ലേ സുരക്ഷിതരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കേരളത്തിൽ പോകുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ അത് വലിയൊരു ഭീകരമായ ഒരു ഭീകരമായി അത് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കാലത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. കാരണം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ലാളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഹമാസിന് അനുകൂലമാകുന്നു, SDP-ക്ക് അനുകൂലമാകുന്ന രാഷ്ട്രീയ പാർട്ടികൾ പരസ്യമായി പിന്തുണയ്ക്കാൻ മടിയില്ലാത്ത ആളുകൾ വരുന്നു. ഹമാസിന്റെ ആക്രമണത്തിൽ മരിച്ച മലയാളിക്ക് ഒരു ആദരാഞ്ജലി ഫേസ്ബുക്ക് പോസ്റ്റ്
അല്ലെങ്കിൽ ഒരു 50 പൈസ പേപ്പറിൽ ഒരു അനുശോചന സന്ദേശം പോലും വായിക്കാൻ നമ്മുടെ നേതാക്കൾക്ക് സാധിക്കും. അവസാനം തീവ്രവാദ പ്രസ്ഥാനങ്ങളെല്ലാം നെഞ്ചേറ്റുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അന്യമത വിദ്വേഷം അവരിലൂടെ ഈ നാട്ടിലേക്ക് വരികയും ക്രൈസ്തവ സമൂഹം എന്നുള്ള എല്ലാ മതസ്ഥരും ഈ നാട്ടിൽ അരക്ഷിതാവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ പോലും ഇല്ലേ? അങ്ങനെ ഒരു നാടിനെ നമ്മൾ അധികം വൈകാതെ കാണേണ്ട ഒരു അതായത് ഹമാസ് നടത്തിയ തീവ്രവാദി ആക്രമണമാണെന്ന് ഹമാസ് പറയുമ്പോൾ അതിനെ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള യുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാക്കന്മാരെന്നാണ്. മാത്രമല്ല അവർ പോരാളികളാകുന്ന രാഷ്ട്രീയവുമാണ് കൂടിയാണ്. താലിബാൻ പോരാളികളാകുന്നു, ഇസ്ലാമിക് സ്റ്റേറ്റ് പോരാളികളായി മാറുന്നു. അവർ വലിയൊരു സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് പങ്കില്ലെന്നുണ്ട്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. അങ്ങനെ വായിക്കുമ്പോൾ ജസ്റ്റിൻ പറഞ്ഞ ദേശീയ തലത്തിലുള്ള അരക്ഷിതാവസ്ഥ കേരളത്തിലും നിലവിലുണ്ട്. വരും വർഷങ്ങളിൽ അത് അതിഭീകരമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. ഒരുപക്ഷെ അമൽ എപ്പോഴും പറയുക ജനസംഖ്യയെ കുറിച്ച് തന്നെയാണ്. അമലിന്റെ കണ്ടക്സ്റ്റിലെല്ലാം എപ്പോഴും പറഞ്ഞു വെക്കുന്നത് ജനസംഖ്യയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള വലിയൊരു കമ്മീഷൻ ഇവിടെ ഉണ്ടാകുന്നു. ആയിരക്കണക്കിന് വേദികളിൽ നമ്മൾ പല വേദികളിൽ അഭിമന്യ പിതാക്കന്മാർ ഉൾപ്പെടെ ആളുകൾ സംസാരിക്കുന്നു. അതിലൊന്നും കാര്യമായ, തീർച്ചയായിട്ടും ചെറിയ ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആശ്വസിക്കാം. എന്നിരുന്നാലും കാര്യമായ ചലനങ്ങൾ ഒന്നുമില്ലാതെ പോകുന്ന അടിസ്ഥാനം അത് നമ്പർ തന്നെയാണോ, അല്ലെങ്കിൽ എണ്ണം തന്നെയാണോ, അക്കം തന്നെയാണോ? എന്താണ് അമലിന്റെ ഒരു ഇത്? നമ്മളെല്ലാം അഭിമാനത്തോടെ പറയുന്നതാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏത് രാഷ്ട്രീയ വേദിയിലാണെങ്കിലും ഇപ്പോൾ ഫാസിസം ഒക്കെ പറയുമ്പോഴും എല്ലാം പറയുമ്പോൾ ആദ്യം പ്രമുഖമായി പറയുന്ന ഇന്ത്യ ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ജനാധിപത്യ രാജ്യമാണ്, ജനങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവനെ സംബന്ധിച്ചോളം ഇന്ന് അവൻ ഭയക്കേണ്ടത് ഈ ജനാധിപത്യത്തെയാണ്. കാര്യം ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിനാണ് അവിടെ മാനം കൊടുക്കുന്നത്. അതായത് ഭൂരിപക്ഷത്തിന് അഭിപ്രായമാണ് ജനാധിപത്യത്തെ മാനിക്കുന്നത്. ഭൂരിപക്ഷം പറയുന്നതിനനുസരിച്ചാണ് ജനാധിപത്യ രാജ്യത്ത് നേതാക്കൾ പ്രവർത്തിക്കുന്നത്. ഭൂരിപക്ഷമാണ് നേതാക്കളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ആരാണോ അവർക്കനുസരിച്ച് ഒരു നാട് പോകുന്നൊരവസ്ഥയിലേക്കാണ് ജനാധിപത്യ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭരണഘടന ഉണ്ടായിരുന്നതാണ് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു സമാധാനം എന്ന് പറയാം. പക്ഷെ ഇന്ന് ആ ഭരണഘടനാ തത്വങ്ങളൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലാണെങ്കിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭൂരിപക്ഷ ആ ഒരു കാര്യമാണ് ജനാധിപത്യം വരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ന്യൂനപക്ഷമായിരിക്കുന്ന, അതായത് ന്യൂനപക്ഷ സമുദായത്തിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണല്ലോ ക്രൈസ്തവ സമൂഹം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനസംഖ്യ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിലും കുത്തനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ. അതായത് 2011 സെൻസസ് പ്രകാരം 18% ഇന്നത് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജനസംഖ്യ ഓരോ പ്രതിവർഷവും അതിൻ്റെ ജനന നിരക്ക് അതിഭീകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 13% ജനന നിരക്കും 20% മരണനിരക്കും ഉള്ളൊരു സമൂഹമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. അപ്പം അങ്ങനെ അതിതീവ്രമായി കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമുദായത്തെ ഇന്ന് അല്പമെങ്കിലും നമ്മുടെ രാഷ്ട്രീയക്കാർ മാനിക്കുന്നുണ്ടെങ്കിൽ അത് 18 വയസ്സിന് ശേഷം വോട്ടവകാശം ഉള്ളതുകൊണ്ടാണ്. കാര്യം 18 വയസ്സിന് ശേഷത്തേക്കുള്ളൊരു കണക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു ജനസംഖ്യാ പ്രാതിനിധ്യം ക്രൈസ്തവർക്കുണ്ട്. അതേസമയം ഈ വരുന്ന 18 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇന്ന് ജനിക്കുന്ന കുട്ടി ഇവിടെ വോട്ടിന് വരുന്ന സമയത്ത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% താഴെ അല്ലെങ്കിൽ 13-12% വരും. ആ സമയത്ത് ഇതിനേക്കാളും അതിഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ക്രൈസ്തവ സമൂഹം കടന്നു പോകാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഭയക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ക്രൈസ്തവ ഇവിടെ 13% കുറയുമ്പോൾ ഉണ്ടല്ലോ, അപ്പുറേ മറ്റു ചില വിഭാഗങ്ങൾ 40-45 വരുന്നു എന്നുള്ളതാണ് ഭീകരത. അതായത് അത് പറയുവാണെങ്കിൽ, അതായത് നമ്മുടെ നമുക്കറിയാം ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഒരു സന്തുലിതാവസ്ഥ എന്ന് പറയും, അല്ലെ, ഡെമോഗ്രഫിക് ഇക്വിലിബ്രിയം എന്ന് പറയും. തീർച്ചയായിട്ടും അത് നഷ്ടമാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കൾ നമ്പർ മാത്രം നോക്കുന്നത്? ഇപ്പൊ അവധി പ്രഖ്യാപിക്കണമെങ്കിൽ പോലും എത്ര വോട്ട് കിട്ടുമെന്നാണ്, അല്ലെ, എത്ര വോട്ട് കൂടുതൽ കിട്ടും, എത്ര വോട്ട് അനുകൂലമാകും, അല്ലെ. അതുകൊണ്ടാണല്ലോ ഹമാസ് അനുകൂലമാകുന്നത്, അല്ലെ. ഇവിടെ യഹൂദർക്ക് വോട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീർച്ചയായും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോഴിക്കോടിന് പകരം കുറവിലങ്ങാടും പാലായിലും കാഞ്ഞിരപ്പള്ളിയിലുമൊക്കെ അവർ ഇസ്രായേൽ അനുകൂല റാലികൾ നടത്തിയേനെ. വി ഡി സതീശനും പിണറായി വിജയനും ഒക്കെ തന്നെ വന്ന് ആ വേദികളിൽ സംസാരിച്ചു. തീർച്ചയായും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കാം ഈ പറയുന്ന നമ്മൾ ഈ വേദിയിൽ പങ്കുവെച്ച അല്ലെങ്കിൽ കാലങ്ങളായി വേദികളിൽ പങ്കുവെക്കുന്ന സന്ദേഹങ്ങൾക്ക് ശബ്ദമില്ലാതെ പോകുന്നത്. അല്ല, അതിന് നമ്മൾ പ്രത്യക്ഷമായ ഉദാഹരണം തന്നെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ പ്രതിദിനം നൈജീരിയയിൽ എത്രയോ ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നൈജീരിയയിൽ. അതോടൊപ്പം തന്നെ സിറിയയിൽ ധാരാളം ക്രൈസ്തവർ കൊല്ലപ്പെട്ടു.
നമുക്കറിയാം ഈ പൗരസ്ത്യ നാടുകളിൽ ഒക്കെ ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു. അവരെല്ലാം അനുദിനം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആരാലാണ്? ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാലൊക്കെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ പീഡനം അനുഭവിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആസിയ ബീവി പോലെ ആൾക്കാരും മാത്രമല്ല, അവിടെയുള്ള കുപ്പത്തൊട്ടിയിലുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്ന ക്രൈസ്തവരൊക്കെ അങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിലൊന്നും നമ്മുടെ കേരളത്തിലെ നമ്മുടെ നേതാക്കൾക്ക് ആർക്കും തന്നെ ആശങ്കയില്ല. അവരൊരു ഒരു പ്രസ്താവന ഇറക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു വരി കുറിപ്പെങ്കിലും വേദനയുണ്ട് എന്ന് ഇറക്കാനായിട്ടോ തയ്യാറാകുന്നില്ല. അതേസമയം ഇപ്പം ഗാസയിൽ ഒരു ആക്രമണം വന്നാലോ അങ്ങനെയുള്ള ആ ഒരു ചില വിഭാഗത്തിന്റെ പ്രശ്നങ്ങളിൽ മാത്രമാണ് വരുന്നത്. ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ ഒരു പൊതുസമൂഹമാണ്. ഇലക്ഷൻ എന്ന് പറയുമ്പോൾ മതമൊന്നുമില്ല. എല്ലാവർക്കും ഒരു പൊതു നേതാവ്, ഒരു മതത്തിന് വേണ്ടിയല്ല നേതാക്കൾ ഇലക്കുന്നത്. എല്ലാവരും ഒരുപോലെ കാണുക. പക്ഷേ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകളിലൂടെ വളർന്നു വന്ന നേതാക്കന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, MLA മാരുണ്ട്, MP മാരുണ്ട്. പക്ഷെ ഇവരിൽ നിന്ന് പോലും ഈ ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു പിന്തുണ നമ്മുടെ സന്ദേഹങ്ങൾക്ക് കിട്ടാതെ പോകുന്നത് അതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ലേ? എന്താണ് ജസ്റ്റിൻ? അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമൽ പറഞ്ഞ് നിർത്തിയ സംഭവമാണ്. അതായത് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്കാണ് പവർ, വോട്ടിനാണ് പവർ. അപ്പോൾ അവർ പോലും ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് വോട്ട് എവിടുന്നാണ് കിട്ടുന്നത്. ഇവിടെയുള്ള ക്രൈസ്തവ വോട്ടുകൾ ഛിന്നഭിന്നമായി പോവുകയും തങ്ങൾ ഈ ഒരു പക്ഷത്തേക്ക് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾക്കുണ്ടാകാൻ പോകുന്ന പരാജയത്തെ പറ്റിയിട്ട് മാത്രം ചിന്തിക്കുന്ന നേതൃത്വങ്ങൾ ഒരിക്കലും അവര് ഈ പക്ഷത്തിന് വേണ്ടി നിലകൊള്ളണമെന്നില്ല. കാരണം അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് മറുപക്ഷമാണ്. ഈ പറയുന്ന മറുപക്ഷമാണ് നിലനിർത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവരും എന്തൊക്കെ ഇലക്ഷൻ സമയത്ത് എന്ത് കോമാളിത്തരം കാണിച്ചാലും ഇലക്ഷൻ കഴിഞ്ഞ സ്ഥാനത്തേക്ക് വന്നു കഴിയുമ്പോൾ അവർ തിരിയുന്നതിൻ്റെ പുറകെയുള്ള ഒരു കാര്യം അതാണ്. ഇതിന് എനിക്ക് എത്ര പറയാനുള്ളൂ. നമ്മൾ പൊതുസമൂഹത്തോട്, ഈ പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തോട് ഇലക്ഷന് എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ ഏത് സ്റ്റാൻഡ് എടുക്കുന്നത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. ഏതെന്നറിയോ? ഭരണഘടനയിലെ ഏറ്റവും അടിസ്ഥാനപരമായ 4 പ്രിൻസിപ്പിൾസ്: ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടർണിറ്റി. ഇത് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ വേറൊന്നും ചോദിക്കേണ്ട. നിങ്ങൾ എന്ത് നീതിയാണ് ഞങ്ങൾക്ക് തരുന്നത്? നിങ്ങൾ എന്ത് സാഹോദര്യത്തെ ഇവിടെ പുലർത്തുന്നത്? നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യം തരുന്നത്? എന്ത് സമത്വമാണ് ഈ നാട്ടിൽ നടപ്പിലാക്കുന്ന ഉറപ്പുവരുത്തുന്നത് എന്ന് ഈ വരുന്ന ഓരോ മുന്നണിയോട് നമ്മൾ ചോദിച്ച് നമുക്ക് ഉറപ്പ് കിട്ടുന്നുണ്ട്. കാരണം ഇത് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നതാണ്. ആ ഭരണഘടന ഉറപ്പ് നൽകുന്ന അടിസ്ഥാന പ്രിൻസിപ്പിൾസ് എങ്കിലും ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റിയാൽ ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്ത് നിൽക്കാം എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാം. അങ്ങനെ ഉറപ്പ് നൽകാൻ സാധ്യതയുള്ളവരിലേക്ക് വേണം നമ്മുടെ ചിന്ത പോകാൻ. കാരണം അവരെ കൂടെ നമ്മൾ ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ കൂടെ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് പ്രിൻസിപ്പിൾസിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ പൊതുസമൂഹം ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് സമത്വം ഇവിടെയുള്ളത്? നിങ്ങളിപ്പോൾ ഭിന്നിപ്പിക്കുകയല്ലേ? ഞങ്ങൾക്ക് എന്ത് സാഹോദര്യത്തുള്ളത്? ഇവിടെ മതത്തിന്റെ ജാതിയുടെ വർഗീയത പറഞ്ഞ് നിങ്ങൾ ഛിന്നഭിന്നമാക്കല്ലേ? ഞങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം തരുന്നത്? ഞങ്ങളെ കൊണ്ട് നിങ്ങൾ അടിമകളാക്കി ഇടുവല്ലേ ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ എന്ത് നീതി തരുന്നത്? നമുക്ക് ചോദിക്കാം. ഇപ്പം കോശി കമ്മീഷൻ നീതി, 80-20 നീതി, ഇതൊക്കെ എവിടെയാ? EWSന്റെ നീതി, എന്ത് നീതി ഇവിടെ തരുന്നത്? കേന്ദ്ര സർക്കാരിന്റെ ഒരു മാനദണ്ഡ മാറ്റമൊക്കെ വരുത്താൻ ഇവിടെ കേരള സർക്കാരിന് മുമ്പിൽ ഒരു അപേക്ഷ കൊടുത്തിട്ട് വർഷങ്ങളായി, നടക്കണില്ല. അപ്പൊ ഈ രീതിയിൽ എന്ത് നീതി ഇവിടെ തരുന്ന സാധാരണക്കാരന്? അതുപോലെ ഈ വന്യമൃഗ ആക്രമണം മൂലം, കാർഷിക മേഖലയിൽ നഷ്ടം മൂലം, തീരദേശത്തിന്റെ പ്രശ്നം മൂലം, തൊഴിലില്ലായ്മ മൂലം കഷ്ടപ്പെടുന്ന യുവജനങ്ങൾ, ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ, കുടുംബ തകർച്ചകൾ, ഇതിന്റെ എല്ലാ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതിലേക്ക് വരുന്നത്. അത് ഉറപ്പ് നൽകാൻ ഭരണഘടന പറയുന്ന പ്രിൻസിപ്പിൾസ് ഉറപ്പ് നൽകാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് ചോദിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇവർ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തും. തീർച്ചയായും. ഏറ്റവും അവസാനം അമൽ, അതായത് ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഈ ശ്രീലങ്കയിൽ നടന്ന ആ ഒരു ബോംബാക്രമണം. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ടി വിക്ക് മുമ്പിൽ ഇരിക്കുമായിരുന്നു ആ ബോംബാക്രമണം നടന്ന സമയത്ത്. അന്ന് ടി വിക്ക് മുമ്പിൽ ഇരുന്ന സമയത്ത് ഒരു സ്ക്രോളിങ് പോലെ അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ കൊട്ടിക്കലാശമാണ്. ആ കൊട്ടിക്കലാശ ദിനത്തിൽ ഒരു വാർത്ത പോലും വരാതെ ഒരു സ്ക്രോളിംഗ് ആയിട്ട് മാത്രം ഈ ഒരു ബോംബാക്രമണം അന്ന് കാണിക്കുമായിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വെറും 300 കിലോമീറ്റർ അപ്പുറമായിരുന്നു ആ സ്ഥലം. വെറും 300 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലം പോലും അതെ അതിന്റെ പാത്രമാണെന്ന് വാർത്തകളും വന്നിട്ടുമുണ്ട്. അതെ, 250-ലധികം ആൾക്കാർ ഇവിടെ മരണപ്പെട്ടു. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആക്രമിക്കപ്പെട്ട ദേവാലയത്തിന്റെ ആനവാതിലയിൽ ഉണ്ടായിരുന്ന ചിത്രവും നമ്മൾ ശ്രദ്ധിക്കണം. ആ ചിത്രം ഒരു കുരിശ്. ആ കുരിശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള മാർത്തോമാ കുരിശിന് സമാനമായ കുരിശാണത്. അതായത് ഇവിടുത്തെ തന്നെ ക്രൈസ്തവരുടെ സഹോദര
ഇങ്ങനെയുള്ള തന്നെയാണ് ഒരു കാര്യം. അന്നത്തെ ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ക്രൈസ്തവ സമൂഹം തന്നെയാണ് അവിടെ ഉള്ളത്. ആ ഒരു മാർത്തോമാക്കുരിശിന് അതേ സമയം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു സമൂഹം അവിടെ മരണപ്പെട്ട് കൊല്ലപ്പെട്ടിട്ട് പോലും നമ്മുടെ ഇവിടുത്തെ ആർക്കും തന്നെ വലിയ വലിയ ആശങ്കകളൊന്നും നമ്മൾ കണ്ടില്ല. അന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ചാനൽ ചർച്ചകളിൽ നമ്മുടെ ആലഞ്ചേരി പിതാവിന്റെ വിഷയങ്ങളും ഫ്രാങ്കോ പിതാവിന്റെ വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ശ്രദ്ധിച്ചോളാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസങ്ങൾ പോലും കൃത്യമായ ഇതിനെപ്പറ്റി ഒരു ചർച്ച നടത്താൻ പോലും അവര് ആ ക്രൈസ്തവർക്കിനെ വിലപിക്കാൻ പോലും കൃത്യമായ ഒരു ചർച്ചാവേദി പോലും ഒരുക്കാനായിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, മാധ്യമ സാഹചര്യം പോലും മെനക്കെട്ടിട്ടുള്ളതാണ് അതിനകത്ത്. തീർച്ചയായും ഇലക്ഷനെ നേരിടുമ്പോൾ, ഒരു വലിയ തെരഞ്ഞെടുപ്പിന് രാജ്യം നേരിടുമ്പോൾ, രാജ്യത്തിന്റെ ഭാവി എങ്ങോട്ടേക്ക് എന്ന് നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇലക്ഷൻ, ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് എതിരെ നടക്കുന്ന ഭരണഘടനാ ലംഘനങ്ങൾ തന്നെയായിരിക്കും അഡ്വക്കേറ്റ് ജസ്റ്റിൻ പറഞ്ഞതുപോലെ ക്രൈസ്തവ സമൂഹം ഈ നേതാക്കളോട് ചോദിക്കേണ്ടത്. അവർക്ക് ജസ്റ്റിസ് ഉണ്ടോ, ഇക്വാലിറ്റി ഉണ്ടോ, ലിബർട്ടി ഉണ്ടോ, ഫ്രട്ടേണിറ്റി ഉണ്ടോ എന്ന ചോദ്യം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ കടന്നു വരുന്ന ഓരോ സ്ഥാനാർത്ഥിയോടും ഓരോ പാർട്ടി പ്രവർത്തകരോടും ക്രൈസ്തവ സമൂഹം ചോദിക്കേണ്ടത്. ക്രൈസ്തവ സമൂഹത്തിന്റെ ആവശ്യം അത് ഭരണഘടനയോട് നീതി പുലർത്തുക എന്ന ആവശ്യമാണ്. നീതി മതത്തിൻ്റെയും വോട്ട് ബാങ്കിൻ്റെയും തൂക്കം അളർന്നു നോക്കാതെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് അർഹമായ നീതി നടപ്പാക്കുന്ന നേതാക്കളോട് ചേർന്ന് നിൽക്കാനായിരിക്കും ക്രൈസ്തവ സമൂഹം ആഗ്രഹിക്കുക. ദ ഫയർ റൂമയോടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി.